Good morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ? Okay, good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രിൻസിപ്പിൾസും then നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് അത് രണ്ടും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. then നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് indicators for measuring impact of healthcare administration. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം, ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യാനായിട്ട് അല്ലെ, അതിന്റെ എന്തെങ്കിലും സൂചകങ്ങളാണ്. എന്തെങ്കിലും measurement or value which given an idea of about something like is അല്ലെ? എന്തെങ്കിലും നമ്മൾ എന്താ പറയാ സൂചകങ്ങൾ എന്ന് പറയും മലയാളത്തിൽ ഇൻഡിക്കേറ്റേഴ്സ്. എന്തെങ്കിലും നമ്മൾ മൂല്യം, വാല്യൂ അതൊക്കെ മെഷർ ചെയ്യുന്നത് ആ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇവിടെ നോക്കിയ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ സവിശേഷതകൾ കണക്കാക്കുന്ന ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് റിസർച്ചേഴ്സ് യൂസ് ആൻഡ് സപ്പോർട്ടിംഗ് എവിഡൻസ്. ഈ റിസർച്ചേഴ്സ് എന്തിനാണ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? use supporting evidence for explaining health of the population. ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ വിശദീകരിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട്, ചുമ്മാ നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ അല്ലെ, അതിന്റെ ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ നമുക്ക് വിശദീകരിക്കാനായിട്ട് എത്രത്തോളം ഹെൽത്തി ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നോ, നമ്മൾ വാക്സിൻ എടുത്ത് ഇപ്പൊ ഒരു പോപ്പുലേഷന്റെ ഒരു ഹെൽത്ത് നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് വാക്സിൻ എടുത്തവരുടെ ഡേറ്റാസ് നോക്കാം. അപ്പൊ വാക്സിൻ എടുത്തവരുടെ ഡേറ്റാസ് നമ്മൾ നോക്കി കഴിയുമ്പോൾ, അത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ പോപ്പുലേഷനിൽ എത്ര പേര് വാക്സിൻ എടുത്തു അല്ലെ? അപ്പൊ വാക്സിൻ എടുത്തവര് എന്താണ് ഹെൽത്തി ആയിരിക്കും അല്ലെ? അപ്പൊ അവർക്കുടെ ഹെൽത്തിനെ നമുക്ക് അങ്ങനെ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ വിശദീകരിക്കാൻ നമുക്ക് എന്താണ് അവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചത്? ഡേറ്റാസ് അനലൈസ് ചെയ്തു. എന്ത് ഡേറ്റ? വാക്സിൻസ് എടുത്തവരുടെ ഡേറ്റാസ് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത്, ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. മനസ്സിലായോ? ആ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ വെറുതെ നമ്മളിപ്പോ ഒരു പഞ്ചായത്തില് ഇന്ന വാർഡില് നമ്മൾ അവിടുത്തെ ഹെൽത്ത് എങ്ങനെയാണ്, അവിടുത്തെ പോപ്പുലേഷന്റെ ഹെൽത്ത് എങ്ങനെയാണ് ചുമ്മാ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ, ആ ഹെൽത്തിനെ അവർക്ക് ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താ അവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിച്ചത്? വാക്സിൻ എടുത്തവരുടെ ഡേറ്റയാണ് നമ്മൾ നോക്കിയത്. ആ വാക്സിൻ എടുത്തവരുടെ ഡേറ്റ നമുക്ക് നോക്കി കഴിഞ്ഞപ്പോൾ, അത് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ അറിയാൻ പറ്റി? ആ പോപ്പുലേഷന്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട്. വല്ല 100% അല്ലെങ്കിൽ 99% ആളുകൾ വാക്സിൻ എടുത്തെങ്കിൽ നമുക്ക് എന്താ പറയാ, അവർക്ക് വേറെ രോഗങ്ങൾ വരൂല, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആരോഗ്യത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. നോർമലി researchers will use a survey methodology to collect the information about the population sample. ഇനി റിസർച്ചേഴ്സ് എന്ത് മെത്തേഡ് ഉപയോഗിക്കണേ? സർവേ മെത്തഡോളജി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? സർവേ മെത്തഡോളജി പേജ് നമ്പർ ആണോ ടീന? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാനിവിടെ ഷെയർ ചെയ്തത് 43 ആണ്. നിങ്ങളുടെ എത്രയാണ് ടെക്സ്റ്റിൽ? 43 തന്നെ. ഓക്കെ, സൗപർണി കിട്ടേണ്ട 43 തന്നെയാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, normally the researchers will use the survey methodology to collect the information about the population sample. അണ്ടർലൈൻ ചെയ്യേണ്ടതാണോ? ഒന്നാമത്തെ സെന്റൻസിൽ ആ റിസർച്ചേഴ്സ് എന്താണ്, നമ്മൾ ആ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ ഉപയോഗിക്കണേ? use supporting evidence for explaining health of the population. അവിടെ ചോദിക്കാം, റിസർച്ചേഴ്സ് യൂസ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്
ആസ് എ ഡാഷ് എന്തായിട്ട് ഉപയോഗിക്കാം, ഒരു സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് ഫോർ ഡാഷ് എന്തിനു വേണ്ടിയിട്ട് എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. പിന്നെ അവിടെ റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഏതാ സർവേ മെത്തഡോളജി, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒരു പോപ്പുലേഷൻ സാമ്പിളിൽ നിന്ന് ഇൻഫർമേഷൻസ് ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് അവര് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സർവേ മെത്തഡോളജി. അവിടെ നോക്കി യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ജനറലൈസ് ദ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ടു ദ പോപ്പുലേഷൻ. പിന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് ആ ഡേറ്റാസ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നമ്പർ ആയിട്ട് എഴുതണ്ട, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. And then use statistical analysis to make the statement about the health of the population. ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്താ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെ അല്ലെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ സ്റ്റാറ്റി അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ നമ്മള് അംഗൻവാടികളിലൊക്കെ ആണെങ്കിലും അവര് ഡേറ്റാസ് കളക്ട് ചെയ്ത് വെച്ചേക്കണുണ്ടോ, ലെറ്റേഴ്സ് ഇതിനേക്കാൾ കൂടുതൽ അവര് ഗ്രാഫിലായിട്ട് ഓരോ കുട്ടികളുടെയും ഹൈറ്റ് വെയിറ്റ് അങ്ങനെയുള്ളതൊക്കെ അവര് ഇതിന്റെ ആ ഒരു ഇത് അറിയാനായിട്ട് ഏജ് വൈസ് ഒക്കെ നോക്കി പേര് വെച്ചൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Then health indicators are often used by government to guide the healthcare policy. Underline ചെയ്യണോട്ടോ ആ സെന്റൻസ്. ഇനി ഗവൺമെന്റ് എന്തിനാണ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? To guide the healthcare policy. ഒരു ഹെൽത്ത് കെയർ പോളിസി നയിക്കാനോ or to make goals for improving the population of the health. ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം, ഒരു ജനസംഖ്യയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങള്, അതിനു വേണ്ടിയിട്ടോ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ അവിടുത്തെ പോപ്പുലേഷന്റെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യുന്ന ആ ഒരു ലക്ഷ്യം അങ്ങനെ അതിലേക്ക് വേണ്ടിയിട്ടോ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതിനോ വേണ്ടി ഈ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. To guide the healthcare policy നയിക്കാനോ അല്ലെങ്കിൽ എന്തിനാ or to make the goals for improving the population health. പോപ്പുലേഷന്റെ ആ ജനസംഖ്യയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനോ ഒക്കെ ഈ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോക്കിയേ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ സ്വഭാവ സവിശേഷതകൾ, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത്? A health indicator which will be used internationally to explain global health must have the following characteristics. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. ഒരു ഇന്റർനാഷണലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് താഴെ പറയുന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കണം. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്തൊക്കെ സവിശേഷതകളാണ് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടത്? എന്തൊക്കെയാ? ഒന്നാമത് നമ്മൾ പറഞ്ഞാണ് it must be explained in such a way that it can be gauged uniformly internationally. ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അത് അന്താരാഷ്ട്ര തലത്തില് ഇന്റർനാഷണൽ ലെവല് ഒരുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. യൂണിഫോംലി ഒരേപോലെ. ഇപ്പൊ നമ്മുടെ ഇവിടത്തെ അതുപോലെ തന്നെ നമ്മള് വേറെ സ്ഥലത്തും ഒക്കെ ഒരേപോലെ വിശദീകരിക്കാൻ പറ്റുന്നതാണ്. ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ. ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരേപോലെ മെഷർ ചെയ്യാൻ പറ്റുന്ന വിധത്തില് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെയായിരിക്കണം അത്. ഓക്കെ, അതായത് മറ്റുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ മറ്റുള്ള സ്ഥലങ്ങളിലും അതേപോലെ അതേ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാൽക്കുലേഷൻസ് നടത്താൻ പറ്റണം. നമുക്ക് ഒരു പേഴ്സണലി അല്ലാതെ നമുക്ക് മാത്രം അങ്ങനെയല്ല, എല്ലായിടത്തും ഒരുപോലെ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഇത് ഹെൽത്ത് ഇൻഡിക്കേറ്റർ. അടുത്ത് നോക്കിയേ, ഇറ്റ് മസ്റ്റ് ബി എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. അതെന്താ? അത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. എന്താ? നമുക്ക് അത് കറക്റ്റ് ആയിരിക്കണം എന്ന്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കൃത്യവും അതുപോലെ വളരെ വിശ്വസനീയവുമായിരിക്കണം. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് പല സ്ഥലത്തും പല രീതിയിലാവാൻ പാടില്ല. അതാ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? അത് പേജ് നമ്പർ 43 ട്ടാ.
അതിന്റെ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം, കൃത്യവും അത് വിശ്വസനീയമായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, നല്ലൊരു വാലിഡിറ്റി വേണം. അടുത്ത നോക്കിയേ, ദ ഹെൽത്ത് ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി ഡേറ്റ വിത്ത് പ്രാക്ടിക്കലി ബി കളക്റ്റഡ് ഇൻ ദ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. എന്താ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, ആ രീതിയിലായിരിക്കണം. അല്ലാതെ ഒരുപാട് സമയം എടുക്കുന്ന രീതിയിൽ വരരുത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്താ ആ ഒരു ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. Indicator must be data which can be practically be collected in a reasonable amount of time. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇനി അടുത്തത് നോക്കിയേ, the analysis of the data must be result in a recommendation on which the people can make changes to improve the health. ഇനിയിപ്പോ ഈ ഡേറ്റാസ് അനലൈസ് ചെയ്ത് കിട്ടിയ റിസൾട്ട് ഇല്ലേ, അത് ആ പോപ്പുലേഷന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു റെക്കമെൻഡേഷൻ, ഒരു ശുപാർശയായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആണോ? മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് എന്താണ്, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഒരു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് നമുക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടാവുന്ന രീതിയിലായിരിക്കണം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു ഇൻഡിക്കേറ്റർ. അല്ലാതെ കുറെ സമയം എടുത്ത് അങ്ങനെ ആവരുത്. വളരെ കുറഞ്ഞ സമയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കളക്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലായിരിക്കണം ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത്, ഈ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്ത് കിട്ടുമ്പോഴുള്ള റിസൾട്ട് ഇല്ലേ, ഇപ്പൊ നമ്മൾ പോപ്പുലേഷന്റെ ഹെൽത്തിന്റെ മെഷർ ചെയ്യാനാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടുമ്പോഴുള്ള റിസൾട്ട്, അപ്പൊ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരോഗ്യം കുറവാണെങ്കിലോ നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് അതെന്താണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ എന്താണ്, ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, അത് ഇംപ്രൂവ്മെന്റിന് വേണ്ടി കൂടി ആയിരിക്കണം. ആ ഡേറ്റ വെറുതെ അനലൈസ് ചെയ്ത് വെച്ചാൽ മതിയില്ലല്ലോ. ആ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് ആ പോപ്പുലേഷന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശുപാർശയായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളതായിരിക്കണം. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇതിനായിരിക്കണം. ഇപ്പൊ നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടുമ്പോൾ ആ പോപ്പുലേഷന്റെ ഹെൽത്ത് മോശമാണ് അല്ലെങ്കിൽ കുറവാണെന്ന് കണ്ട്, ആരോഗ്യം മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കണം, എന്തിലേക്കായിരിക്കണം അതാ അതിന്റെ എന്താ പറയാ, അപ്പൊ അതിന്റെ ആ റിസൾട്ട് നമ്മളൊരു മോശമാണെങ്കിൽ എന്താ, അത് വീണ്ടും നമ്മൾ അവിടെ ഈ ആ പോപ്പുലേഷന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ശുപാർശയായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളതായിരിക്കണം. അത് നാലുമാണ് ഇൻഡിക്കേറ്റേഴ്സിന്റെ, ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് 4 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം അവിടെ. ഇനി the indicators used to measure the health status. ഇനി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, ഒരു ഹെൽത്ത് സ്റ്റാറ്റസ്, ഒരു ആരോഗ്യനില അളക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. The indicators used, ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയായിരിക്കണം, ടു മെഷർ ഹെൽത്ത് സ്റ്റാറ്റസ്, ഒരു ഹെൽത്ത് സ്റ്റാറ്റസ്, ഒരു ആരോഗ്യനില മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കണം ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് അപ്പൊ നമ്മൾ നോക്കിയേ, ഒരു ഇൻഡിക്കേറ്റർ ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, അതൊരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ നമുക്ക് അളക്കാനായിട്ട് നമുക്ക് മോർട്ടാലിറ്റി റേറ്റ്, താഴെ പഠിക്കാൻ കേട്ടോ, ഡെത്ത് റേറ്റ് നോക്കിയാൽ അറിയാലോ. ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, ഒരു പ്രത്യേക രോഗം മൂലം അവിടെ മരണമടഞ്ഞ, ഒരു രോഗം മൂലം മരണമടഞ്ഞ ആളുകളുടെ എണ്ണം നമ്മൾ അതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുക. നമ്മള് ഇൻഡിക്കേറ്റർ ആണത്, അവിടുത്തെ ആരോഗ്യത്തെ, ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ നമുക്ക് അളക്കണം. അപ്പൊ അതിനുള്ളൊരു ഇൻഡിക്കേറ്റർ ആണ് ഒന്നാമത്തെ നോക്കിയേ, ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ എന്താ, രോഗം മൂലം ഉണ്ടായ മരണങ്ങൾ നോക്കണം.
അപ്പൊ അതായത് ഒരു പോപ്പുലേഷനിൽ ഒരു 100 പേരാണെങ്കിൽ അതിൽ ഒരു 80 പേരും രോഗം മൂലം മരിച്ചു. അങ്ങനെയാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാ, അപ്പൊ നമുക്കൊരു ഇൻഡിക്കേറ്റർ ആണ് ഏത്, ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി. അപ്പൊ ആ രോഗം മൂലം മരണമടഞ്ഞ ആളുകളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യം ആ ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലേ? അല്ലെ, 80 പേര് രോഗമൂലമാണ് മരിച്ചെങ്കിൽ ആ പോപ്പുലേഷനിൽ ആരോഗ്യം ഉണ്ടോ? അവർക്ക് ആ വേണ്ടത്ര ഒരു ഇതുണ്ടോ? ആരോഗ്യവാന്മാരാണോ? അവരുടെ ഹെൽത്തിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലേ? അല്ലേ? എന്നാ നമ്മള് 2 പേരാണ്, അത് 100 പേരിൽ 2 പേരാണ് രോഗം മൂലം മരിച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ റിസൾട്ട് നമുക്ക് കിട്ടും. എന്താ, ആ പോപ്പുലേഷൻ ഹെൽത്തി ആണ്, കുഴപ്പമില്ല, അവർക്ക് വേറെ ഇതൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മള് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, മോർബിഡിറ്റി, ഡിസെബിലിറ്റി. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, രോഗാവസ്ഥ, ഡിസെബിലിറ്റി വൈകല്യം, ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മനസ്സിലാവുണ്ടോ? മോർബിഡിറ്റി എന്ന് വെച്ചാൽ രോഗാവസ്ഥ. ആ മോർബിഡിറ്റി റേറ്റ് നോക്കാം, ആ പോപ്പുലേഷനിലെ ആളുകളിലെ രോഗാവസ്ഥ നോക്കാം. അപ്പൊ മിക്ക ആളുകൾക്ക് രോഗം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ആ ഹെൽത്തിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസെബിലിറ്റി, വൈകല്യങ്ങൾ ഉള്ളവരാണ്, അപ്പൊ ആ പോപ്പുലേഷൻ ഹെൽത്തി അല്ല എന്ന് നമുക്കറിയാം. ഇതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത്, പിന്നെ ആരോഗ്യത്തെ നിർണയിക്കാനായിട്ട് ആൻഡ് ഹെൽത്ത് സിസ്റ്റത്തിന്റെയും അതുപോലെ ഹെൽത്തിന്റെയൊക്കെ നിർണയിക്കാനായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിലെ ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ, ദെൻ സർജിക്കൽ ഹെൽത്ത് സിസ്റ്റത്തില് സർജിക്കൽ പ്രൊസീജിയർ, മെഡിക്കേഷൻ യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ്. ഇതെല്ലാം എന്താണ്, ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡെത്ത് റേറ്റ് ആണ്. ഡെത്ത് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഏതാണ്, മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡെത്ത് റേറ്റ്. അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് നമ്മളൊരു ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഈസ് എ സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത്. മരണങ്ങളുടെ എണ്ണാണ്. എങ്ങനെ, ഇൻ ജനറൽ, ജനറൽ ആയിട്ട് സാധാരണ മരിച്ചതും, ഓർ ഓണിംഗ് ടു സ്പെസിഫിക് കോസ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം മൂലം മരിച്ചതോ ആയിട്ടുള്ള ഡെത്തിന്റെ എണ്ണം. എവിടെ, ഇൻഡിക്കേറ്റേഴ്സ് ആണോ? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അതൊന്ന് ഇൻഡിക്കേറ്റേഴ്സ് ആ ബ്രാക്കറ്റിലുള്ള വേണമെങ്കിൽ 2 എണ്ണം ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, മോർബിഡിറ്റി, ഡിസെബിലിറ്റി, ഇതൊക്കെ നമുക്ക് ഏതാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ പോപ്പുലേഷന്റെ ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം, അത് നിർണ്ണയിക്കുന്നത് ഡിറ്റർമിൻസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം, ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, ഒരു ഡെത്തിന്റെ എണ്ണാണ്. എങ്ങനെ, സാധാരണ മരിച്ചതും അല്ലെങ്കിൽ പ്രത്യേക കാരണം മൂലം മരിച്ചതുമായിട്ടുള്ള ഡെത്തിന്റെ എണ്ണം. എവിടെ, ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ, ഒരു പ്രത്യേക ജനസംഖ്യയില്, measured to the size of the population, ആ പോപ്പുലേഷന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി per unit of time, ഒരു പ്രത്യേക യൂണിറ്റ് ഓഫ് ടൈമില്, ഓക്കെ, ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ടൈമില് ആ ഒരു പോപ്പുലേഷന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ സംഭവിച്ചിട്ടുള്ള മരണങ്ങള്, അതിന്റെ എണ്ണമാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒരു പ്രത്യേക ടൈമില് ആ പോപ്പുലേഷന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി ആ പ്രത്യേക പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ള സാധാരണയായിട്ടുള്ളതും അല്ലെങ്കിൽ പ്രത്യേക കാരണം മൂലമുണ്ടായ മരണങ്ങൾ, നമ്പർ ഓഫ് ഡെത്ത്, അതാണ് ഇത്, അതിന്റെ സ്കെയിലാണ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. The term mortality indicates the total death that happen, especially on a large scale, such as in a population or a geographic area. ഒരു
പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് അല്ലെങ്കിൽ പർട്ടിക്കുലർ പോപ്പുലേഷനില് വലിയ തോതിൽ സംഭവിച്ചിട്ടുള്ള ഡെത്ത്, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, അതാണ് ഏത് ടേം മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം വയനാട് ദുരന്തം അല്ലെ, ഒരു പ്രത്യേക ടൈമിൽ ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനെ ബാധിക്കുന്നല്ലേ, ഒന്നോ രണ്ടോ പേരല്ല. അതൊരു എക്സാമ്പിൾ ആണ് നമുക്ക് മോർട്ടാലിറ്റി റേറ്റ് പറയാനായിട്ട്. അതായത് ആ ഒരു വലിയ തോതിൽ മരിച്ച ഒരു പ്രത്യേക ജിയോഗ്രാഫിക് ഏരിയയില് അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള മരണം, അതാണ് അത് അവിടെ ഉണ്ടായിട്ടുള്ള ടോട്ടൽ ഡെത്ത്, അതാണ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോർമലി, അതും കൂടി അണ്ടർലൈൻ ചെയ്തോട്ടോ, ഇറ്റ് ഈസ് നോർമലി represented in the forms of mortality rate. അപ്പൊ mortality rate ഇത് mortality express ചെയ്യുന്നത് എങ്ങനെയാണ്? In the form of mortality rate. As per mortality rate definition, ഒരു mortality rate definition അനുസരിച്ച് an index of the number of deaths each year or a specific time interval in a specific population is called mortality rate. അത് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് ഓരോ വർഷവും ഉള്ള ഒരു മരണസംഖ്യനെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ഒരു ജനസംഖ്യയിലെ ഒരു നിശ്ചിത സമയ ഇടവേളയിലുള്ള മരണനിരക്ക്, അതാണ് ഏതെന്ന് പറയുന്നത് മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് എന്താണ് എന്ന് പറയുന്നത്. ഒരു മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് ഓരോ വർഷമുള്ള മരണസംഖ്യയുടെ സൂചിക അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജനസംഖ്യയില് ഒരു നിശ്ചിത സമയ ഇടവേളയിലുള്ള മരണനിരക്കാണ്. ഓക്കെ, കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ? ആൻ ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ, ഓരോ വർഷവും, അല്ലെങ്കിലോ സ്പെസിഫിക് ടൈം ഇന്റർവെൽ, ഒരു പ്രത്യേക ടൈം ഇന്റർവെല്ലില് ഇൻ എ സ്പെസിഫിക് പോപ്പുലേഷൻ, ഒരു പ്രത്യേക പോപ്പുലേഷനില് ഒരു പ്രത്യേക ടൈം ഇന്റർവെല്ലില് അല്ലെങ്കിൽ ഓരോ വർഷവും ഉണ്ടായിട്ടുള്ള നമ്പർ ഓഫ് ഡെത്ത്. Then it is normally expressed in population units like a death per 1000 people for a report period or specific time frame. അതായത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? പോപ്പുലേഷൻ യൂണിറ്റ്സ് ലൈക്ക് ഡെത്ത് പെർ 1000 പീപ്പിൾ, അതായത് 1000 ആളുകളില് എത്ര പേര് മരിച്ചു, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഇത്. അല്ലാതെ നമ്മളിപ്പോ ഒരു പോപ്പുലേഷനിൽ ഒരു 50,000 പേരുണ്ട് അങ്ങനെ വെച്ചിട്ടല്ല നോക്കണത്. 50,000 പേരിൽ വെച്ചിട്ടല്ല, 1000 പേര്. അപ്പൊ മൊത്തം ജനസംഖ്യനെ എടുക്കുകയല്ല അവിടെ ചെയ്യുന്നത്. എങ്ങനെയാ നമ്മള് 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു, അതനുസരിച്ചിട്ടാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മെയിൻ എക്സാമിന് മിക്കവാറും എന്താ പറയാ ഈ ഇതിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫോർമുലാസ് ചോദിക്കുന്നത്. നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റിലെ കുറെ ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും നമ്മൾ ഫോർമുല പഠിക്കണം. ഇതിനകത്ത് നമുക്ക് 3 ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്, 4 ടോട്ടല് 4 ഫോർമുല പഠിക്കാനുണ്ട്. 4 നിങ്ങൾക്ക് പഠിച്ചു വെക്കണം കേട്ടോ. ഫോർമുലയിൽ എന്തായാലും ഒരെണ്ണം എക്സാമിന് ചോദിക്കാതിരിക്കില്ല ഈ 4ന്ന്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം, ഫോർമുലാസ് നോക്കി വെക്കാം. ഡെത്ത് റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷേഴ്സ്. ഡെത്ത് റേറ്റ് അതിന്റെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? കാൽക്കുലേറ്റിംഗ് എ മോർട്ടാലിറ്റി റേറ്റ്. നമ്മൾ എങ്ങനെയാണ് ഒരു മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? The mortality rate formula used for calculation according to available statistics is formula. Okay, mortality rate കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് ഡെത്ത്, അവിടെ മരിച്ചിട്ടുള്ള മരണങ്ങളുടെ ആകെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ പോപ്പുലേഷൻ, മൊത്തത്തിലുള്ള ജനസംഖ്യ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻടു 1000. നമ്മൾ 1000 ആളുകളുടെ കാര്യമല്ലേ പറഞ്ഞേക്കണേ, അതുകൊണ്ട് എന്താണ് 1000 പേരിലാണ്, അതുകൊണ്ട് ഇൻടു 1000. പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ, ഇത്രയിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 365. അതെന്താ പെർ ഡെയിലി കാണണേ,
ഒരു ദിവസത്തെയാണ് നമ്മൾ നോക്കിയത്. മോർട്ടാലിറ്റി റേറ്റ് 1 ഡേ, ഒരു ദിവസത്തെ നമ്മൾ നോക്കുമ്പോൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെന്തുകൊണ്ടാ? പെർ ഡേ ആണ്. ഈ ഡെഫിനിഷൻ ഇതുപോലെ തന്നെ ബോക്സിലാക്കി ഇട്ട് വെക്കുക കേട്ടോ. നമ്പർ ഓഫ് ഡെത്തിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻടു 1000. ഇനി അതിനെല്ലാം പെർ ഡേയില് കാണാൻ ഹോൾ ഡിവൈഡഡ് ബൈ 365. ഫോർമുല ക്ലിയർ ആയോ നോക്കിയേ. നമ്പർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇൻ എ ഗിവൺ ഇയർ ആൻഡ് ഗിവൺ ഏരിയ, ഒരു പ്രത്യേക ഏരിയയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വർഷത്തിൽ ഉണ്ടായിട്ടുള്ള മൊത്തത്തിലുള്ള ഡെത്ത്, അവിടെ മൊത്തം എത്ര പേര് മരിച്ചു, അതിനെ മൊത്തമുള്ള പോപ്പുലേഷൻ, ജനസംഖ്യ എത്ര പേരുണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത്, അതായത് 365 എന്ന് പറഞ്ഞ പെർ ഡേയില് കാണാനാണ്. അതുകൊണ്ടാണ് 365 എന്ന് പറയുന്നത് കേട്ടോ. 365. ഇത് നമ്മള് നമ്പർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ ഇൻ എ ഗിവൺ ഇയർ ആൻഡ് ഗിവൺ ഏരിയ, ഒരു പ്രത്യേക പോപ്പുലേഷനിൽ ഒരു വർഷമാണെങ്കിൽ ആ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള മൊത്തം മരണങ്ങൾ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗിവൺ ഇയർ ആൻഡ് ഗിവൺ പീരീഡ് അങ്ങനെ പറയുന്നുണ്ട് അവിടെ. നമ്പർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ടൈമില് പർട്ടിക്കുലർ പോപ്പുലേഷനില് ഉണ്ടായിട്ടുള്ള മൊത്തം ഡെത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000. 1000 ആളുകളിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻറ്റു 1000. ഇനി പെർ ഡേ ആയതുകൊണ്ട് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഈ ഹോസ്പിറ്റലില് നമ്മൾ മോർട്ടാലിറ്റി റേറ്റിന് നമ്മൾ 3 ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ഇതിന്റെ 3ന്റെ ഡെഫിനിഷൻ പഠിക്കണം. ഒന്നാമത് നോക്കിയേ, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ മൊത്തം മരണനിരക്ക്, ഹോസ്പിറ്റലിലെ മൊത്തം മരണനിരക്ക്, അത് കാണാനുള്ള ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ എ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡില് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുള്ള മൊത്തം മരണങ്ങള്, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻറ്റു 100. ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് എന്നുണ്ട് കേട്ടോ. ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ്. അപ്പൊ മൊത്തം ഉണ്ടായിട്ടുള്ള മരണങ്ങള് ആൻഡ് ഡിസ്ചാർജസ്, ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഡെത്ത് ഉൾപ്പെടെ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. പെർസെന്റേജ് എത്ര പെർസെന്റേജ് എന്നാണ്? ഇൻറ്റു 100. ഓക്കെ, ആ ഇക്വേഷൻ അതുപോലെ തന്നെ നോട്ട് ചെയ്തിടാ. നമ്മൾ മറ്റേതും പറഞ്ഞില്ലേ, ക്വാളിറ്റി മാനേജ്മെന്റ് പറഞ്ഞ പോലെ ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ന്യൂമറേറ്ററിൽ ഏത് വരും? നമ്പർ ഓഫ് ഡെത്ത് ആണ്. ന്യൂമറേറ്ററില് നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പർട്ടിക്കുലർ പീരീഡ്. ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള മൊത്തം മരണനിരക്ക്, അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അതായത് മൊത്തത്തില് അവിടെ ഡിസ്ചാർജ് ഇൻക്ലൂഡിംഗ് ഡെത്ത് ഉൾപ്പെടെ അവിടെ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. നോട്ട് താഴെ കൊടുത്തേക്കുന്നത് നോക്കിയേ. ഓൾ ഡെത്ത് എന്ന് പറഞ്ഞ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? ഓൾ ഡെത്ത് എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU. എമർജൻസി ICU അത് ഉൾപ്പെടെയുള്ള മൊത്തം മരണങ്ങള്, അതാണ് ടോട്ടൽ ഡെത്ത്. മസ്റ്റ് ബി കൗണ്ടഡ്. അത് നമ്മൾ കൗണ്ട് ചെയ്യും. ഇൻ ഡിനോമിനേറ്ററിൽ ഓൾ ടൈപ്പ് ഓഫ് ഡിസ്ചാർജസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജും ഇൻക്ലൂഡിംഗ് ഡെത്ത് ഉൾപ്പെടെ ആ ഹോസ്പിറ്റലിലുള്ള മൊത്തം ഡിസ്ചാർജുകള് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെയാണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഒന്ന് ശ്രദ്ധിച്ചേ, ആ ന്യൂമറേറ്റർ മാത്രമേ അവിടെ മാറുന്നുള്ളൂ. എന്താ? ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഒക്കേർഡ് ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ ഓഫ് ദ പേഷ്യന്റ്. ആ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് അഡ്മിറ്റ് ആയി 48 മണിക്കൂർ ശേഷം, 48 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്ന മൊത്തം ഡെത്ത്, അതാണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. എങ്ങനെയാ? ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഒക്കേർഡ് ആഫ്റ്റർ, എപ്പോ സംഭവിച്ചതാ? ആഫ്റ്റർ ദ 48 hours ഓഫ് അഡ്മിഷൻ.
divided by denominator same തന്നെയാ total number of death and discharges during that period into 100. Then number of death occurring within 48 hours of discharge must be also reckoned in the numerator. Numerator കണക്കാക്കുന്നുണ്ട്. Reckoned എന്ന് പറഞ്ഞാൽ കണക്കാക്കുക. ന്യൂമറേറ്ററിൽ മൊത്തം അതായത് ആ പേഷ്യന്റ് death occurring within 48 hours of discharges must be അതും നമ്മുടെ ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞേക്കണം. അതായത് 48 അഡ്മിഷൻ ആയിട്ട് 48 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്ന എല്ലാ മരണങ്ങളും അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഡിസ്ചാർജ് ആയി പോയാലും അതും കൂടി ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു ദിവസം കിടന്നു ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് മരണം സംഭവിച്ചാലും അതാ പറഞ്ഞിരുന്നത്. വിത്തിൻ ദ 48 hours of the discharge must be also 48 hours ഡിസ്ചാർജ് ആയിട്ടുള്ളതും ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. Then ICU specific mortality എന്താ? Total number of death in ICU patient in a period. ICUയിൽ സംഭവിച്ചിട്ടുള്ള മൊത്തം മരണങ്ങൾ അത് അതിന് എഴുതാലോ. Total number of death in ICU patient in a period divided by denominator എല്ലാം സെയിം ആണ്. The total number of patient discharged from other ഇതിനകത്ത് ICU in that period. ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള total number of patients into 100. മുകളിലത്തെ ഡെത്ത് ആണ്, താഴത്തേല് ഡിസ്ചാർജ് വന്നത്. ഓക്കെ, ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ആണ് വന്നേക്കുന്നത്. ഈ 3 ഫോർമുല ഫസ്റ്റത്തെ ഉൾപ്പെടെ 4 ഫോർമുലയും ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്തിടണം കേട്ടോ. ഓപ്ഷൻസ് ഉണ്ടാവും, ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതായത് ന്യൂമറേറ്ററിൽ നമ്മൾ ഡെത്ത് ആണ് വരുന്നതെന്ന് നോക്കുക കേട്ടോ. ഡിസ്ചാർജസ്, ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് അത് നമ്മൾ ഡിനോമിനേറ്ററിലാണ് തന്നെ, അങ്ങനെ ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ICUയിലാണെങ്കിൽ ICU സ്പെസിഫിക് മോർട്ടാലിറ്റിയിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ആ ഒരു പ്രത്യേക പീരീഡിൽ ICUയിൽ സംഭവിച്ചിട്ടുള്ള മൊത്തം ഡെത്ത് അതിന് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. ആ ICUയിൽ നിന്ന് ഡിസ്ചാർജ്, ആ പീരീഡിൽ തന്നെ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയ പേഷ്യൻസ് ഇല്ലേ, ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളവര് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, into 100 ചെയ്യുക. 4 ഫോർമുലയും ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ എക്സാമിന് ഇതിന് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും കേട്ടോ. അടുത്ത് നോക്കിയേ, അടുത്തതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ശിശുക്കള് അല്ലെ. ശിശു മരണ നിരക്ക് 4 ഫോർമുല നോട്ട് ചെയ്ത് വെച്ചില്ലേ? നോട്ട് ചെയ്തില്ലേ 4 എന്നൊക്കെ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ശിശു മരണ നിരക്കാണെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂബോൺ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് geographical area, country, state, etc. dying under 1 year of age. അതിനെ എന്ത് ചെയ്യണം? divided by number of resident live for the same geographic area for a prescribed time, normally a calendar year, and multiplied by the 1000. എന്താ ഒരു നമുക്ക് എങ്ങനെയാണ് ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഇസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂബോൺ. അതായത് ഒരു നിർദ്ദിഷ്ട ആ ഒരു ജിയോഗ്രാഫിക് ഏരിയയിൽ, ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതുതായി ജനിക്കുന്ന കുട്ടികളില് ഒരു വർഷത്തിനുള്ളിൽ എത്ര പേര് മരിച്ചു കണ്ടോ? ജിയോഗ്രാഫിക് ഏരിയ ഡൈയിങ് അണ്ടർ 1 year of age ഡിവൈഡഡ് ബൈ അതിന് എന്ത് ചെയ്യണം? അപ്പൊ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്?
അതായത് ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതുതായി ജനിക്കുന്ന കുട്ടികളിൽ ഒരു വർഷത്തിനുള്ളിൽ എത്ര പേര് മരിച്ചു? ഡൈയിങ് അണ്ടർ 1 year of age. ഒരു വർഷം പുതുതായി ജനിക്കുന്ന കുട്ടികളില് ഒരു വർഷത്തിനുള്ളിൽ എത്ര പേര് മരിച്ചു? അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലിവ് ഫോർ ദ സെയിം ജിയോഗ്രാഫിക് ഏരിയ. അതേ ഭൂമിശാസ്ത്ര പ്രദേശത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുട്ടികളില്ലേ, അത് ആ ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് ഇപ്പോഴുള്ള താമസിക്കുന്ന മൊത്തം ആ കുട്ടികളുടെ എണ്ണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു എത്ര 1000 പേരാണ് ഇൻറ്റു 1000 ചെയ്യുക. അത് ഫുള്ള് എന്താണ് നമ്മൾ ആ ഒരു ഫോർമുല ആണ് കൊടുത്തേക്കുന്നത്. ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതുതായി ജനിക്കുന്ന കുട്ടികളിൽ ഒരു വർഷത്തിൽ എത്ര പേര് മരിച്ചു? അതിനെ എന്ത് ചെയ്യുക? ആ പ്രദേശത്ത് തന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അവിടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. കാൽക്കുലേഷൻ നോക്കിയേ. The number of resident infant death divided by number of resident live birth into 1000. സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കാൽക്കുലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, എങ്ങനെയാണ് ജനറൽ ആയിട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല? ഇങ്ങനെയാ നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്. ആ ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് ആ മരിക്കുന്ന ഒരു വർഷത്തില് മരിക്കുന്ന ആ ശിശുക്കളുടെ മരണം, എത്ര പേര് മരിച്ചു, അതിന് ഇപ്പൊ താമസിക്കുന്ന ആ പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് താമസിക്കുന്ന തത്സമയം ഇപ്പൊ ഉള്ള എന്താ പറയാ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. ആ ഫോർമുലയും നോട്ട് ചെയ്തോട്ടോ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇനി എക്സാമ്പിൾ നോക്കി. 1,300 infant death in 2008 among the state residents. എത്ര 2008 എത്ര പേര് ഇൻഫന്റ് എത്രയാ? 1300 മരണങ്ങളാണ്, ശിശു മരണങ്ങളാണ് 2008 റിപ്പോർട്ട് ചെയ്തത്. അത് നോക്കിയേ. 1s, 10s, 100, 1000, 10,000 lakh, 1,50,000 live birth. അപ്പൊ 2008 മൊത്തം അവിടെയുള്ള ആളുകൾ എത്രയാ? ജനിച്ചവര് എത്രയാണ്? 1,50,000 live birth ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എത്ര പേര് മരിച്ചു? 1,300 divided by 1,50,000 into 1000 പേരിലാണ് കാണുന്നത്, into 1000 ഈക്വൽ എത്ര വരും? 8.75 ആണ് ഇൻഫന്റ് ഡെത്ത് per 1000. 1000 ആളുകളില് 1000 കുട്ടികളില് 8.7 ശിശു മരണങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, report in 2008 among the state residents. ക്ലിയർ ആയോ? അതാണ് ചെറിയൊരു കാൽക്കുലേഷനുമായിട്ട് കൊടുത്തേക്കുന്നത്. കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനൊന്നും എക്സാമിന് ഉണ്ടാവില്ല, വെറുതെ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഹോസ്പിറ്റൽ. ഇനി ഹോസ്പിറ്റലിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയും കൂടി നോക്കിയേ. ജനറൽ ആയിട്ട് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയാണ് ആദ്യം തന്നേക്കുന്നത്. രണ്ടാമത്തെയാണ് ഹോസ്പിറ്റലില് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല. നോക്കിയേ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള ശിശു മരണങ്ങള് അതിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻക്ലൂഡ് ഡെത്ത് ഉൾപ്പെടെ അവിടെ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള ഇൻഫന്റ് അതിന്റെ എണ്ണം കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, രണ്ട് ഇക്വേഷനും നോട്ട് ചെയ്തിടാം. ആദ്യത്തേത് 4, 4ഉം 2ഉം 6. 6 ഇക്വേഷൻ ഉണ്ട്. 6 ഏതെങ്കിലും ഒരെണ്ണെങ്കിലും എക്സാമിന് ചോദിക്കും കേട്ടോ. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ഇക്വേഷൻ ചോദിച്ച് കാണാറുണ്ട്.
ഓക്കെ, നമ്മളിപ്പോ ആദ്യത്തെ നമ്മൾ പറഞ്ഞില്ലേ മോർട്ടാലിറ്റി റേറ്റ് പറഞ്ഞപ്പോൾ, ആദ്യത്തെ മോർട്ടാലിറ്റി റേറ്റ് ജനറൽ ആയിട്ട് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞത്. പിന്നെ ഇൻ ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല മൂന്നെണ്ണം: ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. അത് മൂന്നെണ്ണം ഫോർമുല പഠിച്ചു. പിന്നെ അടുത്തതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ജനറൽ. ആ ഫസ്റ്റ് ഫോർമുല ജനറൽ ആയിട്ട് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത്, രണ്ടാമത്തെ ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇൻഫന്റ് ഡെത്ത് ആണ് മോളിൽ എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ന്യൂമറേറ്റർ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറിപ്പോരില്ല. നിങ്ങൾക്ക് നമ്മള് ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ നമ്മൾ ഓപ്ഷൻസ് ഇക്വേഷൻസ് ഒക്കെ ചെയ്തില്ലേ, അവരൊന്നില്ലെങ്കിൽ ന്യൂമറേറ്റർ എടുത്ത് തിരിച്ച് ഡിനോമിനേറ്റർ ഇടും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കി ഇടും, ഡിവൈഡ് എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ആക്കിയിടും. അപ്പൊ അതനുസരിച്ച് ചെയ്യുക. അപ്പൊ മോളിൽ എന്താണ് വന്നത്? ഇൻഫന്റ് ഡെത്ത് ആണ് മോളിൽ വന്നത്. ഓക്കെ, താഴെ ആ ഡിസ്ചാർജസ് എന്നുള്ളത് അത്ര ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേഗം ഫുൾ ആയിട്ട് ഫോർമുല ബൈഹാർട്ട് ചെയ്യുന്നില്ല. ഇനി അടുത്തതാണ് പ്രീവാലൻസ് എന്ന് പറയുന്നത്. പ്രീവാലൻസ് എന്ന് പറഞ്ഞാൽ രോഗവ്യാപനം. പ്രീവാലൻസ് രോഗവ്യാപനം, പ്രീവാലൻസ് ഓഫ് എ ഡിസീസ്. എന്താ പ്രിവാലൻസ് എന്ന് പറയുന്നത്? പ്രിവാലൻസ് referred to as prevalence rate is the proportion of person in a population who are affected within a particular disease or attribute. Attribute എന്ന് വെച്ചാൽ അവസ്ഥ, ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ at a specific point of time or over a specific period. ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ, ഒരു ടൈം പറഞ്ഞുകൊണ്ട് സ്പെസിഫിക് എപ്പോഴെങ്കിലും സംഭവിച്ചതല്ല, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില്, ഒരു സ്പെസിഫിക് പീരീഡില്, ഒരു നിർദ്ദിഷ്ട പീരീഡില്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില് എന്തെങ്കിലും ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയോ ബാധിച്ച ആ ജനസംഖ്യയിലെ വ്യക്തികളുടെ അനുപാതം, അതാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം. Dash is the proportion of person in a population who are affected with a particular disease or attributes. നോക്കാം എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? ഒരു പ്രത്യേക ടൈമില് അല്ലെങ്കിൽ പ്രത്യേക പീരീഡില് ഒരു പർട്ടിക്കുലർ രോഗമോ അവസ്ഥയോ ഉണ്ടായിട്ടുള്ള ഒരു അല്ലെങ്കിൽ രോഗമോ ബാധിച്ച ജനസംഖ്യയുടെ അനുപാതം, proportion, അതാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. പ്രിവാലൻസ് ഈസ് മെഷേർഡ് ഓഫ് ഡിസീസ് ദാറ്റ് ലെറ്റ് us determine a person likelihood of having a disease. എന്താ? ഒരു വ്യക്തിയുടെ രോഗം നിർണ്ണയിക്കാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു രോഗത്തിന്റെ അളവാണ്. നമുക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ കൊറോണയുടെ ഇത് പറഞ്ഞു, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് എന്താണ് രോഗം ഉണ്ടോ, അതിനനുസരിച്ച് രോഗവ്യാപനം എത്രത്തോളാന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ലേ? നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ആ രോഗം ഉണ്ടോന്ന്. അപ്പൊ അതിനനുസരിച്ചാണ് നമുക്ക് രോഗവ്യാപന നിരക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെ? എത്രത്തോളം ആളുകൾക്ക് കൂടുതൽ റിപ്പോർട്ട് ചെയ്തു, അസുഖം കൂടുതൽ റിപ്പോർട്ട് ചെയ്തു, അതിനെ ബേസ് ചെയ്തിട്ടാണ് രോഗവ്യാപന നിരക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈസ് മെഷർ ഓഫ് ഡിസീസ് ദാറ്റ് ലെറ്റ് us determine the person likelihood of having a disease. എന്ന ഒരു വ്യക്തിയുടെ രോഗം നിർണ്ണയിക്കാൻ നമ്മെ അനുവദിക്കുന്ന ആ രോഗത്തിന്റെ അളവാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. മെഷർ. So the number of prevalence cases is the total number of cases of disease that exist in a population. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. പ്രിവാലൻസ്, നമ്പർ ഓഫ് പ്രിവാലൻസ് കേസസ്. അപ്പൊ രോഗവ്യാപന കേസുകളുടെ എണ്ണം എന്ന് വെച്ചാൽ is the total number of cases of disease that exist in a population. ഒരു പോപ്പുലേഷനിൽ നിലനിൽക്കുന്ന മൊത്തം ആ ഡിസീസ് കേസുകള്, എത്ര രോഗം റിപ്പോർട്ട് ചെയ്തു, ആ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മൊത്തം രോഗങ്ങള്, നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ്, ഇതാണ്
Prevalent number of prevalence cases എന്ന് പറഞ്ഞ എന്താണ്? Is the total number of cases of disease ഇങ്ങനെ that exist in a population. That exist in a population. ഒരു നമുക്കത് എന്താ പറയാ, ഒരു പോപ്പുലേഷനിൽ നിലനിൽക്കുന്ന ആ നമ്പർ ഓഫ് കേസസ്, ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, ഇതാണ് number of prevalence cases എന്ന് പറയുന്നത്. The prevalence is measured by dividing the number of persons with a disease or condition at a particular time point divided by number of individual examined. അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ prevalence മെഷർ ചെയ്യാം, എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം? Is dividing the number of persons with a disease or condition. ഒരു അവസ്ഥയോ അല്ലെങ്കിൽ രോഗമോ ഉള്ള ആളുകളുടെ എണ്ണം, അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അറ്റ് a particular time point divided by number of individual എക്സാമിൻ ചെയ്തിട്ടുള്ള, അവിടെ രോഗം പരിശോധിച്ചിട്ടുള്ള മൊത്തം ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ആ രോഗമുള്ള ആളുകളുടെ എണ്ണത്തെ അവിടെ എക്സാമിൻ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് അങ്ങനെ നമുക്ക് പ്രിവാലൻസ് മെഷർ ചെയ്യാം. ഇപ്പൊ നമ്മള് രോഗം പരിശോധിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ആവണമെന്നില്ല അല്ലെ, എല്ലാവർക്കും ആ രോഗം ആവണമെന്നില്ല. അപ്പൊ അതിൽ എത്ര ആ ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ അവസ്ഥ കണ്ടീഷൻ ഓർ ഡിസീസ് ഉള്ള ആളുകളുടെ എണ്ണത്തെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സാമിൻ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അവിടെ പരിശോധിക്കപ്പെട്ട ആളുകളുടെ എണ്ണം. ഓക്കെ, ഇപ്പൊ 100 പേരുണ്ട്, 100 പേരെ എക്സാമിൻ ചെയ്തു, അതിൽ 10 പേർക്കാണ് ഡിസീസ് കണ്ടെത്തിയത്. അപ്പൊ 10 പേർക്കാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയാം നമുക്ക്. പരിശോധിക്കപ്പെട്ട ആളുകൾ 1000 അല്ല 100 പേര്, അതില് ഡിസീസ് റിപ്പോർട്ട് ചെയ്തത് 10 പേര്. ഓക്കെ, 10 ഡിവൈഡഡ് ബൈ 100. കിട്ടിയോ? ലാസ്റ്റ് സെന്റൻസ് കിട്ടിയോ? എങ്ങനെ ഡിവൈഡ് മെഷർ ചെയ്യുന്നതെന്ന് അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഡാഷ് ഈസ് ദ പ്രപ്പോർഷൻ ഓഫ് പേഴ്സൺ, ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി അടുത്തത് നമ്പർ ഓഫ് പ്രിവാലൻസ് കേസസ് എന്ന് പറഞ്ഞ എന്താ? ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ പർട്ടിക്കുലർ പോപ്പുലേഷൻ. അത് അണ്ടർലൈൻ ചെയ്യുക. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. 3 സെന്റൻസ് അവിടെ നോട്ട് ചെയ്തിട്ടോ. ഇനി എന്താണ് ഒരു രോഗവ്യാപനം, അതിന്റെ ഒരു പ്രാധാന്യം, പ്രിവാലൻസ് ഇമ്പോർട്ടൻറ്റ് എന്താണ്? വ്യാപനം, രോഗവ്യാപനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, the prevalence and incidence of the disease are among the most basic measures in epidemiology. Epidemiology എന്ന് പറഞ്ഞാൽ രോഗശാസ്ത്രം, സാംക്രമിക രോഗശാസ്ത്രമാണ് എപ്പിഡെമിയോളജി. അതായത് പ്രിവാലൻസ് രോഗവ്യാപനവും ഇൻസിഡന്റ് നമുക്ക് പഠിക്കാണ്ട ഒരു സംഭവം. ഇൻസിഡന്റ് രോഗത്തിന്റെ വ്യാപനവും അതുപോലെ ആ ഒരു പർട്ടിക്കുലർ രോഗം, ആ ഒരു സംഭവം എപ്പിഡെമിയോളജിയിലെ ഒരു സാംക്രമിക രോഗശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വശങ്ങളിൽ ഒന്നാണ് ഇത് പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതും അണ്ടർലൈൻ ചെയ്തിട്ടോ. Prevalence and incidence of a disease are among the most basic measures in epidemiology. Prevalence is measure of load of disease in a population in a given location and at a particular time as represented in the count of number of people affected. എത്ര ആളുകൾക്ക് അഫക്റ്റ് ചെയ്തു അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? ഒരു നമ്മൾ ഈ പ്രിവാലൻസ് മെഷർ ചെയ്യുന്നത് ലോഡ് ഓഫ് ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ലൊക്കേഷൻ ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു രോഗം ബാധിച്ച ആളുകളുടെ നമ്മൾ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്ന പോലെ ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള സ്ഥലത്ത് പ്രത്യേക സമയത്തുള്ള ഒരു രോഗഭാരത്തിന്റെ അളവാണ് ഏതെന്ന് പറയുന്നത് ആ പ്രിവാലൻസ് എന്ന് പറയുന്നത്. പ്രിവാലൻസ് എന്ന് പറയുന്നത് മെഷർ ഓഫ് ലോഡ് ഓഫ് ഡിസീസ് in a population in a given location at a particular time. as represent ചെയ്യുന്നത്
രോഗത്തെ നമുക്ക് എന്താണ് കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്, എത്ര ആളുകൾക്ക് അഫക്ട് ചെയ്തു, എത്ര പേർക്ക് അഫക്ട് ചെയ്തു, അതാണ് ആ രോഗവ്യാപനം പ്രിവാലൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. എത്ര പേർക്ക് അഫക്ട് ചെയ്തു ഉണ്ടോ? ഇതിപ്പോ നമ്മൾ പറഞ്ഞില്ലേ, മൊത്തം എക്സാമിൽ പരിശോധിച്ച ഇൻഡിവിജ്വലില് എത്ര പേർക്ക് ആ രോഗം കൗണ്ട് ചെയ്തു, എത്ര പേർക്ക് ആ രോഗം ഉണ്ട്, അതാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന രോഗങ്ങൾ അതാണ്. നോക്കിയേ, ദ ഡിസീസ് ഹാസ് ദ ഹൈയസ്റ്റ് പ്രിവാലൻസ്. ഈ പറയുന്ന രോഗങ്ങൾക്ക് രോഗവ്യാപന നിരക്ക് കൂടുതലാണ്. ഒന്ന് അത് ഏതൊക്കെ ഇതാണെന്നുള്ളത് അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ് നോക്കാം കേട്ടോ. ഓക്കെ, ഏതൊക്കെ ഡിസീസുകളാണ്? ദ ഡിസീസ് ഹാസ് ദ ഹൈയസ്റ്റ് പ്രിവാലൻസ്. ഈ രോഗവ്യാപനം കൂടുതലുള്ള ഡിസീസ് ഏതൊക്കെയാണ്? കാർഡിയോവാസ്കുലർ ഡിസീസ്. നമുക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് അക്കൗണ്ട് ഫോർ ദ മോസ്റ്റ് NCD ഡെത്ത്. NCD എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഈ പറയുന്ന രോഗങ്ങൾക്ക് കൂടുതൽ രോഗവ്യാപനം ഉണ്ട്. ഏതാ? കാർഡിയോവാസ്കുലർ ഡിസീസസ് and account for the most NCD death, non-communicable disease death, 7.9 million people yearly. 17.9 മില്യൺ ആളുകൾക്ക് വർഷത്തില് ഇയർലി ഈ ഒരു രോഗം ഇത് കാണിക്കുന്നുണ്ട്. ഫോളോഡ് ബൈ ദ ക്യാൻസർ 9.3 മില്യൺ cancer, then chronic respiratory disease 4 million, chronic respiratory ശ്വാസ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള രോഗങ്ങള്, and diabetes 2.0 million, including kidney disease, death caused by the diabetes. ഇതൊക്കെ ഈ പറയുന്ന രോഗങ്ങളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എന്താ വ്യാപിക്കുന്ന രോഗങ്ങളാണ്. കൂടുതൽ ആളുകളിലേക്ക് വർഷം തോറും നമ്മളെന്താ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്ന രോഗങ്ങളാണ്. അല്ലെ? പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എത്ര 9.3 മില്യൺ ക്യാൻസേഴ്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പണ്ടൊന്നും നമ്മൾ ഇങ്ങനെ കേട്ടിട്ടും കൂടി ഇല്ല അല്ലെ? ഇപ്പൊ മിക്കവാറും നമുക്ക് നമ്മുടെ ആ ഒരു ലൊക്കേഷനിൽ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കുറെ ക്യാൻസർ പേഷ്യന്റിനെ കാണാം. ഇതൊക്കെ ഈ രോഗങ്ങൾക്കൊക്കെ ഹൈയസ്റ്റ് പ്രിവാലൻസ് ഉള്ള രോഗവ്യാപനം കൂടുതലായി. ഇപ്പൊ അതായത് കുറെ ആളുകളിലേക്ക് ഈ രോഗം വരുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊത്തം നമ്മൾ ആ ജനസംഖ്യയിൽ എടുത്തു കഴിഞ്ഞാലേ അതില് കൂടുതൽ പേർക്ക് ഈ രോഗങ്ങൾ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ആ രോഗങ്ങൾ ഏതൊക്കെയാണ്, ഹൈയസ്റ്റ് പ്രിവാലൻസ് റേറ്റ് അതുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരാണ്. ഇനി നോക്കിയേ, വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് ഡിസീസ്. ഇനി നോക്കിയേ, എന്ത് കൂടുമ്പോഴാണ് പ്രിവാലൻസ് കൂടുന്നതെന്നുള്ളത് നോക്കിയേ. ദ പ്രിവാലൻസ് ഇൻക്രീസസ്, രോഗവ്യാപനം കൂടുന്നത് എപ്പോഴാണ്? when the new diseases cases are detected or incident, പുതിയ സംഭവങ്ങൾ അല്ലെങ്കിൽ പുതിയ ഡിസീസുകൾ കണ്ടെത്തുമ്പോൾ രോഗവ്യാപനം കൂടും. ശരിയല്ലേ? Prevalence increases when new disease cases are detected. പുതിയ കേസുകള്, പുതിയ രോഗങ്ങള് ഡിറ്റക്ട് ചെയ്യുമ്പോൾ, കണ്ടെത്തുമ്പോൾ പ്രിവാലൻസ് രോഗവ്യാപനം കൂടും. ആൻഡ് ദെൻ പ്രിവാലൻസ് ഡിക്രീസസ്. എപ്പോഴാ ഇത് കുറയുന്നത്? എപ്പോഴാ രോഗവ്യാപനം കുറയുന്നത്? എപ്പോഴാ? when a patient is either cured or dies. അല്ലെ? ഒന്നിലെ പേഷ്യന്റിന് രോഗം മാറുമ്പോഴാ ഈ പ്രിവാലൻസ് കുറയും, അല്ലെങ്കിലോ അവര് മരിക്കുമ്പോഴ്. രോഗം ഭേദമാക്കുമ്പോഴോ മരിക്കുമ്പോഴോ രോഗവ്യാപന നിരക്ക് കുറയും. അത് രണ്ടും നോട്ട് ചെയ്യണം കേട്ടോ. ഒന്ന്, പ്രിവാലൻസ് ഇൻക്രീസസ് when the new cases are detected. പുതിയ കേസുകൾ കണ്ടെത്തുമ്പോൾ രോഗവ്യാപനം കൂടും. ഇനി പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യുന്ന എപ്പോഴാ? രോഗവ്യാപനം കുറയുന്നത് എപ്പോഴാ? ഒരു പേഷ്യന്റ് മരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് രോഗം ഭേദമാകുമ്പോഴോ നമുക്ക് എന്താ ഈ രോഗവ്യാപനം കുറയും. അത് നോട്ട് ചെയ്തോ?
അപ്പൊ അതിനകത്ത് എന്തൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം? വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് ഡിസീസ്, അത് ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം. പിന്നെ അതിന് മുന്നുള്ളത് ഏതൊക്കെ രോഗങ്ങൾക്ക് കൂടുതൽ രോഗവ്യാപനമുണ്ട്, ആ ഡിസീസുകളുടെ പേര്: കാർഡിയോവാസ്കുലർ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡെത്ത്സ്, then ക്യാൻസർ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ഡയബറ്റീസ്, ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. പിന്നെ അടുത്തത് ആ പ്രിവാലൻസ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. ഡാഷ് ഈസ് എ മെഷർ ഓഫ് ലോഡ് ഓഫ് ഡിസീസിന്റെ പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ലൊക്കേഷൻ ആൻഡ് പർട്ടിക്കുലർ ടൈം എന്നുള്ളത് ആ ഒരു സെന്റൻസ് കൂടി അവിടെ നോട്ട് ചെയ്തിട്ടേക്കണം കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയേ, ടൈപ്സ് ഓഫ് പ്രിവാലൻസ്. പലതരത്തിലുള്ള രോഗവ്യാപനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് പ്രിവാലൻസ്, പീരീഡ്, രണ്ടാമത്തെ പീരീഡ് പ്രിവാലൻസ്, അടുത്തതാണ് ലൈഫ് ടൈം പ്രിവാലൻസ്. 3 പേരുകൾ നോക്കിയിരിക്കുക. പോയിന്റ് പ്രിവാലൻസ് എന്ന് വെച്ചാൽ എന്താ? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം. ഒരു നിർദ്ദിഷ്ട സമയത്ത് ഉള്ള ഒരു ഹെൽത്ത് ഇവന്റ്, അതിന്റെ നമ്പർ, കേസുകൾ, അതിന്റെ എണ്ണം. നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം, അതാണ് പോയിന്റ്. ആ ഒരു പ്രത്യേക ടൈമില് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ certain time, അതേതാ? പോയിന്റ് പ്രിവാലൻസ്. പ്രത്യേക ടൈമാണ് പറയുന്നത്, പ്രത്യേക ടൈമില് പോയിന്റ് പ്രിവാലൻസ്. ഓക്കെ, അതായത് നമ്മളിപ്പോ എന്താണ്, ഫ്ലൂ വാക്സിൻ, ആന്റിബയോട്ടിക്സ് യൂസ്, ഹെൽത്ത് ഇവന്റ്, ഇങ്ങനെ നമ്മൾ അതിന്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമ്മള് രോഗങ്ങൾ വന്ന അതിന്റെ അനുപാതം ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാൻ പറ്റും. പോയിന്റ് ആ ഒരു പർട്ടിക്കുലർ ടൈമില് ഉള്ള ഹെൽത്ത് ഇവന്റിന്റെ എണ്ണം, നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം, അതൊന്ന് നോട്ട് ചെയ്തിടാം, അതാണ് പോയിന്റ്. ഇനി പീരീഡ് പ്രിവാലൻസ് എന്താ? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു ദ പീരീഡ്. കണ്ടോ, അത് അതിനകത്ത് തന്നെയുണ്ട്. ആ സെന്റൻസ് തരുമ്പോൾ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചറിയാം. ആ ഒരു പ്രത്യേക പീരീഡിലാണ് പറയുന്നത് ഉള്ള ഹെൽത്ത് ഇവന്റിന്റെ എണ്ണം. ഓഫൺ 12 months, പലപ്പോഴും 12 മാസം. ആ ഒരു പീരീഡ് അവിടെ പറയുന്നത്. Then അടുത്ത ലൈഫ് ടൈം പ്രിവാലൻസ് എന്താ? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. മൊത്തം ലൈഫ് ടൈമിനെ, മൊത്തം ആയുസിനെ പരാമർശിക്കുന്ന ആരോഗ്യ സംഭവങ്ങളുടെ കേസിന്റെ എണ്ണം. ടോട്ടൽ ലൈഫ് ടൈം. കണ്ടോ, അത് ആ സെന്റൻസ് ഇങ്ങനെ തന്നെ തരാം. ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം ഈസ് കോൾഡ് എ ഡാഷ്. എന്താ? പോയിന്റ് പ്രിവാലൻസ്. അല്ലെങ്കിൽ പോയിന്റ് പ്രിവാലൻസ് മീൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും ഡാഷ് ഈസ് ദ നമ്പർ, അങ്ങനെയും ചോദിക്കാം. ഡാഷ് ഈസ് ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം. സിമ്പിൾ അല്ല ഓർത്തിരിക്കാൻ. ടൈം എന്ന് പറയുമ്പോൾ പോയിന്റ് പ്രിവാലൻസ്, പർട്ടിക്കുലർ പീരീഡ് ആണെങ്കിൽ പീരീഡ് പ്രിവാലൻസ്, ടോട്ടൽ ലൈഫ് ടൈമിന്റെ ആണെങ്കിൽ മൊത്തം ആ ലൈഫ് ടൈമിൽ ഉണ്ടാകുന്ന ഹെൽത്ത് ഇവന്റ്സ്, അതിന്റെ എണ്ണം ലൈഫ് ടൈം പ്രിവാലൻസ്. ഇപ്പൊ ഡിപ്രഷനൊക്കെ നമ്മൾ ലൈഫ് ടൈം എന്ന് പറയാം അല്ലെ? ആൻസൈറ്റി, ഡിപ്രഷൻ, അതൊക്കെ നമ്മുടെ ആ ജീവിതാവസാനം വരെ അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. രോഗവ്യാപനം. ഓക്കെ, അത്രയും ആ 3 കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബാക്കിയത് നമുക്ക് ഫോർമുലയാണ്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ടൈപ്പ് ഓഫ് പ്രിവാലൻസ് വരെയും നോക്കി വെക്കുക. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കട്ടോ. ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ സാധാ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല, കുറെ ഫോർമുലാസ് കാര്യങ്ങളാണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ.